പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ ഫൈസൽക്കാണ്. ഫൈസൽക്ക, നമ്മളെ സ്ഥലോട്? ഞാൻ സ്ഥലം പരപ്പനങ്ങാടിക്കാരനാണ്. അതുപോലെ നമ്മുടെ ഫൈസൽഖാനെ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ മിറാക്കിൾ ഷട്ടർ ഹോമിലാണ്. ഫൈസൽഖാന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എന്താണ് ഫൈസൽഖാൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു. ഞാൻ 21 കൊല്ലം സൗദി അറേബ്യയിൽ സെക്രട്ടറി ജോലി ചെയ്ത മുതലാളിന്റെ പാസ്പോർട്ട് വരെ എന്റെ കയ്യില്. മുതലാളിന്റെ പാസ്പോർട്ട് എന്റെ തന്നെ വാങ്ങിക്കും. എന്നിട്ടിപ്പോ നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് വന്ന് സ്റ്റോക്ക് വന്നിട്ട് നാട്ടിലേക്ക് പാവാണ്. സ്റ്റോക്ക് വന്ന് എണീക്കാൻ കഴിയാതെ തിരിച്ചു വന്നു. അപ്പൊ കുടുംബം അവളെന്നെ ഒഴിവാക്കി പോയി. സ്വന്തം ഭാര്യ ഒഴിവാക്കിയിട്ട് പോയി. മക്കള് അന്ന് ചെറുപ്രായാണ്. മക്കള് ചെറുമക്കളാണ്, ചെറിയ കുട്ടികളാണ് അല്ലേ? ചെറുതല്ല, ആ പ്രായമാണ്. ഈ 21 കൊല്ലത്തെ പ്രയാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എല്ലാ സംഗതിയും ഞാൻ എന്റെ കുടുംബത്തിനോട് ചെലവന്നു. ഈ 21 കൊല്ലം നിങ്ങൾ ജോലി ചെയ്തിട്ട് മുഴുവൻ പൈസയും പ്രവാസിയായി നിന്ന സമയത്ത് നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഒന്നും നിങ്ങൾക്കായിട്ട് ബാക്കി വെച്ചിട്ടില്ല. വല്ലാതെ പ്രവാസികളെ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പാടാണ് കേട്ടോ നമ്മളെ ഫൈസൽഖാന്റെ ജീവിതം. എന്നിട്ട് ഞാൻ അത് അവൾക്ക് അയച്ചു കൊടുത്തു. അവരെ നാട്ടിൽ വന്നപ്പോ അവൾക്ക് എന്നെ സ്വീകരിക്കണില്ല. എന്തുകൊണ്ട് അസുഖം എന്ന് പറഞ്ഞ് ആർക്കും വരാം. ഞാൻ അവളോട് പറഞ്ഞ കാര്യം, അവൾ ചന്തയായി തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ലേ എന്ന്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്ത് ഓക്കൊരു ജോലി വാങ്ങി കൊടുത്തു. ഓളെ ടീച്ചറാക്കി. എല്ലാം കിട്ടിയപ്പോ ഓൾക്ക് മതിയായി നോക്ക് തോന്നില്ല. അത് തോന്നൽ തന്നെ ഓളെ വാപ്പണ അതിന് മെയിൻ ആണ്. ആദ്യം തരാണ്ട് തലപ്പത്തം തരാണ്ട്. എന്തൊക്കെ ഓലോട് പറയാനുള്ളത്? എന്നിട്ട് എത്രയും പെട്ടെന്ന് ഓല് തിരിച്ചു വന്നു. അപ്പൊ നിങ്ങളെ ഭാര്യനെ പറ്റി അറിയണോലും ഭാര്യന്റെ കുടുംബക്കാരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവിടെ ഫൈസൽഖാന്റെ പഴയ ജീവിതത്തിലേക്ക് ഫൈസൽഖാനെ തിരിച്ചു കൊണ്ടുവരണം. ഫൈസൽ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ ഏകദേശമൊക്കെ ആരോഗ്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഫൈസൽഖാനെ നിങ്ങളെ ഹസ്ബൻഡായിട്ട് ആ സ്ഥാനത്ത് കണ്ടിട്ട് മരണം വരെ നിങ്ങൾക്ക് സ്വീകരിക്കണം. ഞാൻ ആ താത്തനെ അറിയില്ല എങ്കിലും ആ താത്തനോട് റിക്വസ്റ്റ് പറയാണ്. ഇപ്പൊ എല്ലാ സൗകര്യങ്ങളായി എല്ലാം ആയപ്പോ ഓക്ക് മതിയായി നോക്കുന്നു. ഞാൻ ഓളോട് പറഞ്ഞു കല്യാണം ഞാൻ എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചു. എനിക്കിന്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു തലാക്ക് ഒന്നെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് 2-3 ഒക്കെ തരാം. എപ്പം എന്റെ മോളെ കല്യാണം കഴിഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് തരാനാണ്. മോളെ കല്യാണം കഴിഞ്ഞവരെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ആ തലാക്ക് ചെല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യനെയും കുട്ടികളെയും തിരിച്ചെടുക്കാൻ നിങ്ങൾ ഞാൻ തയ്യാറാണ്. നിങ്ങളെ ഭാര്യനോട് മക്കളോടൊപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്റെ വന്ന തെറ്റ് തന്നെ ആ തെറ്റ് മാത്രം. അതിന് ഞാൻ എവിടെ വേണമെങ്കിലും ക്ഷമ ചോദിക്കുന്നതാണ്. തയ്യാറാണ്. നിങ്ങൾക്ക് പേര് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാരെ പേരില്ല? എന്റെ പേരില് ഓളെ പേരിലും കൂടെ ആക്കി. രണ്ടാളെ പേരിലും കൂടെ ആക്കിക്കാണല്ലേ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വൈഫിന്റെയും കുടുംബക്കാരെയൊക്കെ മനസ്സ് മാറിയിട്ട് നിങ്ങളെ തിരിച്ചെടുക്കും എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചോൻ തരട്ടെ. അപ്പൊ നമ്മളെ ഫൈസൽക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഫൈസൽഖാന്റെ ഭാര്യനെയും മക്കളെയും നമുക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കണം അല്ലെ ഫൈസൽഖാൻ? ഇൻഷാ അല്ലാഹ് പഠിച്ചോൻ കൂടെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർ എന്തായാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എനിക്ക് ഒരുപാട് സഹോദരിമാരോട് പറയാനുള്ളത്, എല്ലാരോടും ഇല്ല, ചിലരോട് പറയാനുള്ളത്, പ്രവാസികൾ ഒരു കറവപ്പശുവായിട്ട് നിങ്ങൾ കാണരുത്. ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് അധ്വാനിച്ച് എല്ലാമായി അവസാനം രോഗിയായിട്ട് വരുമ്പോൾ നിങ്ങൾ പുറംകാലം കൊണ്ട് ചവിട്ടി താത്തേക്ക് അവർക്ക് എന്തൊരു പ്രതീക്ഷ നിങ്ങളാണുള്ളത്.